ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനും വരാം. അതാരാണെന്ന് എനിക്കൊന്നും അറിയണല്ലോ. എന്റെ പെണ്ണിനെ വെട്ടിവെക്കാൻ മാത്രം ചങ്കുറപ്പുള്ളവനെ എനിക്കൊന്ന് കാണണം, ശരിക്കൊന്ന് കാണണം. മോളുവാ, അവർക്ക് രണ്ടാൾക്ക് എന്തെങ്കിലും പറയാൻ കാണും. അവര് പറഞ്ഞു തീർക്കട്ടെ. നീ വാ, വരാ കേട്ടാ. സത്യ അച്ഛനോട് പിണക്ക? അച്ഛൻ എന്നോട് മിണ്ടണ്ട. നിന്റെ കുട്ടികളെ കുറച്ച് കൂടുന്നുണ്ട്. അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ചിന്തിക്ക് പോലും ചെയ്യരുത്. പറഞ്ഞേക്കാം. എന്താടാ പൊട്ടാ? കളക്ടറെ, നീ എല്ലാരും ഊരി ചെന്ന നാണം കെടുത്തില്ലേ? ആ അടിയുടെ വേദന പോയിട്ടില്ല, അറിയോ? ഒടിക്കല്ല, കൊല്ല വേണ്ടത്. മനുഷ്യന്റെ ഉയരങ്ങ് പോയി. എടി, ഞാൻ ഇവിടെ നിക്കുമ്പോ നിന്റെ ഉയരം ആരെടുത്തോണ്ട് പോവാനടി? ആകെ കൊണ്ടുപോകാനുള്ളത് ഞാനാണ്. അതിപ്പം ആരാദ്യം പോവാന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. ചിലപ്പോ ഞാനാണെങ്കിലും. ആഹാ, എന്നാലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനാണ് ഇപ്പൊ ആദ്യം മരിക്കണെന്ന് വിചാരിക്ക, അല്ല വെറുതെ വിചാരിക്ക. എന്നോടൊപ്പം നീ വരുമോ? കൊണ്ടുപോയാ ഞാനും വരും. ഒറ്റ ഇടിച്ചോണ്ടല്ലോ. അപ്പൊ എന്റെ മക്കളെ നോക്കാൻ ആരടിയുള്ളേ? നീ വേണം, ഞാനില്ലെങ്കിൽ അവർക്ക് കൂട്ടായിട്ട്. അപ്പൊ പോവാനായിട്ട് ഉറപ്പിച്ച് നിക്കാണോ? അത് പിന്നെ വിളിച്ചാ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ദേ വിളിക്കുന്നു. ആര്? കാലില്ല. ആ ഫോൺ അടിക്കുന്ന. ഈ സമയത്ത് തന്നെ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് ആരാണോ വിളിക്കണേ? വിട്, അല്ലെങ്കിൽ ഇനി വിളിച്ചോണ്ടിരിക്കും. ഹലോ, മാഡത്തെ ഷൂട്ട് ചെയ്ത ആളെ കിട്ടിയിട്ടുണ്ട്. മാഡം എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ശരി. ഓക്കെ മാഡം. എന്നെ ഷൂട്ട് ചെയ്ത ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ആരാള്? അറിയില്ല. ഞാൻ ചെന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്ന്. ഞാനും വരാം. അതാരാണെന്ന് എനിക്കൊന്നും അറിയണല്ലോ. എന്റെ പെണ്ണിനെ വെട്ടിവെക്കാൻ മാത്രം ചങ്കുറപ്പുള്ളവനെ എനിക്കൊന്ന് കാണണം, ശരിക്കൊന്ന് കാണണം. അപ്പാ, നമ്മുടെ പ്ലാനുകളെല്ലാം വർക്കായി. നമ്മൾ പറഞ്ഞു കൊടുത്ത രീതിയിൽ തന്നെ പോലീസ് ചെമ്പല്ലി പൊക്കി. അപ്പ ഞാനീ പറയുന്നത് കേൾക്കുന്നില്ലേ? കേട്ടു. ചെമ്പല്ലിയെ നമ്മൾ പറഞ്ഞ പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു. അത് എനിക്കും നിനക്കും ചെമ്പല്ലിക്കും അറിയാവുന്ന കഥ, പോലീസുകാർക്ക് അറിയാൻ പാടില്ലാത്തതുമായ കഥ. ഇതോടെ കളക്ടറെ വെടിവെച്ച അന്വേഷണത്തിന് അവസാനമാവുകയാ. നമുക്ക് മുന്നിലുണ്ടായിരുന്ന വലിയൊരു തലവേദനയാ ഒഴിഞ്ഞു നീങ്ങിയത്. തലവേദന ഒന്നും അങ്ങനെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല ആന്റണി. അതിപ്പോ അല്പം കൂടിയിട്ടേ ഉള്ളൂ. അപ്പന്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ. എന്താ അപ്പ? നമുക്ക് മുന്നിൽ മറ്റെന്തെങ്കിലും കടമ്പയുണ്ടോ? ഉണ്ട്, ഡെയ്സി. ഇനി അതിലെന്ത് തീരുമാനം എടുക്കാൻ? അവളാ ഒരുമ്പെട്ടവന്റെ പിന്നാലെ പ്രേമം മൂത്ത് പോവെന്ന് പറഞ്ഞിരിക്കല്ലേ? അങ്ങനെ അവളെ നമുക്കങ്ങനെ ഒഴിവാക്കി വിടാൻ പറ്റുമോ ആന്റണി? കുട്ടികൾ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ചെല്ലുമ്പോ പല കളിപ്പാട്ടങ്ങളും ആവശ്യപ്പെടും. നമ്മളപ്പോ എന്താ ചെയ്യുക? എല്ലാം വാങ്ങി കൊടുക്കുകയാണോ? അല്ലല്ലോ.
മറ്റെന്തെങ്കിലും വില കുറഞ്ഞ സാധനങ്ങൾ കാണിച്ചിട്ട് വില കൂടിയ കളിപ്പാട്ടങ്ങളിൽ നിന്ന് കുട്ടികളുടെ ശ്രദ്ധ തിരിച്ചു മാറ്റും. ആ എടാ, അങ്ങനെ ഒരു തിരിച്ചുമാറ്റൽ ഇവിടെ ആവശ്യമാണ്. ഡെയ്സി അറിയാതെ അവരുടെ കാര്യത്തിൽ അവളും അവര് രണ്ടുപേരും അറിയാതെ ഒരു ടെസ്റ്റ് സംഭവിക്കണം. അപ്പൻ ഇങ്ങനെ സസ്പെൻസ് ഇടാതെ മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാ പുറത്തേക്ക് ഇടപ്പാ. ചെമ്പല്ലിയെ പൊക്കാൻ പോയ ടീമിൽ നമ്മുടെ ആൾക്കാരില്ലേ? ആ ഉണ്ട്. ഉം. ആ അതുകൊണ്ടാണല്ലോ അപ്പ കാര്യങ്ങൾ അറിയുന്നത്. എങ്കിൽ ചെമ്പല്ലിയുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ കൂടി വിളക്കി ചേർക്കാനുണ്ട്. അതവനെ കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് അവനിലേക്ക് അത് അടിച്ചേൽപ്പിക്കുകയും വേണം. അതൊക്കെ ചെയ്യിക്കാം. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ചെമ്പല്ലിയുടെ കാര്യത്തില് ഡെയ്സിയെ കണക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന്. ഉണ്ട്, പറയാം. അതെ, കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പനും മോനും സമയമെങ്കിൽ വന്ന് കഞ്ഞി കുടിക്കാം. ഓ, ഒരുതരം മേളിലോട്ട് കെട്ടിയെടുക്കാനുള്ള സമയം നിശ്ചയിച്ചോണ്ടിരിക്കുമ്പോൾ അവളുടെ ഒരു കഞ്ഞി അതവിടെ കാണാൻ മൂടി വെക്കടി. ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. അപ്പൊ ഞാനെന്താ പറഞ്ഞു വന്നത്? ആ, ഈ ചെമ്പല്ലി നീ എഴുതി കൊടുത്ത നാടക ഡയലോഗുകളെല്ലാം അതുപോലെ തന്നെ പറഞ്ഞേൽപ്പിക്കുന്ന ഉറപ്പാണല്ലോ. പറയാതെ തരൂല്ലല്ലോ. അവൻ പറഞ്ഞതുപോലെ 10 ലക്ഷം FD ഇട്ടു. ബാക്കി 5 ലക്ഷം അവന്റെ അളിയന്റെ അണ്ണാക്കിലും തിരികിട്ടാണ് അവനെ പോലീസിന്റെ തിരുമുമ്പിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമുക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുത്തില്ലെങ്കിൽ കൊടുത്ത 15 ലക്ഷം ഛർദ്ദിക്കേണ്ടി വരുമെന്നും ജീവൻ അപകടത്തിലാവുമെന്നും അവനറിയാം. അതുകൊണ്ട് ചെമ്പല്ലിയുടെ സ്ഥിരം കളികളൊന്നും ഇവിടെ എടുക്കാൻ വഴിയില്ല. എങ്കിൽ അകത്തായവന്റെ ആദ്യ മൊഴി ശിവനെതിരായിരിക്കണം. എല്ലാം ചെയ്യിച്ചത് ശിവനാണെന്ന് ചെമ്പല്ലി മൊഴി കൊടുക്കണം. എന്നിട്ട് എന്നേക്കുമായി ചെമ്പല്ലിയെ നമ്മൾ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. രക്ഷപ്പെടട്ടടാ പാവം ഈ ദുർഘടം പിടിച്ച നാട്ടിൽ നിന്ന്. അപ്പൊ കൊല്ലാനോ? എന്തിനാടാ കൊല്ലും കൊലയും കള്ളസാക്ഷിയൊക്കെ പറഞ്ഞു കിടക്കുന്നതിന് ഈ ഭൂമിയില്? തീരട്ടടാ പടകളൊക്കെ. ശിവനെതിരെ മൊഴി കൊടുത്തതിന് ശേഷം ചെമ്പല്ലി ഇഹലോകവാസം വെടിഞ്ഞാൽ ശിവന്റെ ഒരു പവർ എന്നാടാ. പ്രധാന വിറ്റ്നസിനെ കൊന്ന കൊലയാളി. പോലീസ് നടുനുവർത്താനുള്ള സാവകാശം കൊടുക്കാതെ തെക്കും വടക്കും ഓടിക്കും. ഇതിനിടയ്ക്ക് അവൻ എവിടുന്നാടാ സമയം കിട്ടുന്നത് നമ്മുടെ കൊച്ചിനെ കട്ടോണ്ട് പോയി കൂടെ താമസിപ്പിക്കാൻ? നിക്കാൻ നേരമില്ലാത്തവന് കെട്ടാൻ നേരം ഉണ്ടാവൂടാ. ഉണ്ടായാലും നമ്മൾ സമയം കൊടുക്കുവോ? പൊന്നപ്പാ, ഇത്രയും കുശാഗ്ര ബുദ്ധിയൊക്കെ ഈ തലക്കകത്ത് എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? എടാ, ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത് പണിയെടുത്തിട്ടാണെന്നാണോ നിന്റെ ധാരണ? ഒക്കെ ഈ തല ഉപയോഗിച്ച. ഇനി അല്പം കഞ്ഞി കുടിക്കാം അല്ലേ? എൽസമ്മോ, ആ അടച്ചു വെച്ച കഞ്ഞിപ്പാത്രത്തിന്റെ മൂടി അങ്ങ് തുറന്നോ. ഞങ്ങളിതാ എത്തി. എടാ മോനെ, നീ ആ SP വിളിച്ചിട്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറ. നമുക്ക് വേണ്ട മൊഴി കിട്ടിക്കഴിഞ്ഞാ പിന്നെ ചെമ്പല്ലി ഈ ഭൂമിയിൽ വേണ്ട.